വയനാട് ബത്തേരിയിൽ വ്യവസായിയായ ക്ലിപ്പി കാരവാനുകളുടെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മോസസും സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു വലിയ രീതിയിൽ ഈ വിഷവാതകം ശ്വസിച്ചുകൊണ്ടുള്ള ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ആ അനുഭവം തുറന്നു പറയുകയാണ്. എങ്ങനെയാണ് ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്? ഇതിൽ ഫസ്റ്റ് ഞാനും വൈഫും കൂടെ ഹൈദരാബാദ് പോകുന്ന സമയത്ത് ഹൈദരാബാദിൽ നിന്ന് ഇതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് തലവേദന എല്ലാം എടുത്തിരുന്നു. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും, ഞങ്ങളുടെ എന്തെങ്കിലും കുഴപ്പമില്ല. രണ്ടുപേർക്കും ഒരേപോലെ തലവേദന വന്നപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പിന്നെ ഒരു ദിവസം ഞങ്ങൾ മൈസൂർ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനും മോസസും കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ബെഡ്റൂമിൽ കിടക്കുന്നു, മോസസ് ഇവിടെ കിടക്കുന്നു, ജനറേറ്റർ സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്നു. അന്ന് ജനറേറ്റർ ഫുൾ തുറന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ ചെറിയ മഴയുള്ളതുകൊണ്ട് ഇച്ചിരി അടച്ചാണ് വെച്ചത്. അങ്ങനെ കയറി കടന്നു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മോസസിന് തലവേദന പോലെ വന്നപ്പോൾ പെട്ടെന്ന് എണീച്ചു. ഹാളിലായതുകൊണ്ട് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എണീച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെ നല്ല തലവേദനയൊക്കെ എടുക്കണ്ടല്ലോ, എന്താ ഇതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്ന് നോക്കി നോക്കുക, ജനറേറ്റർ ഒന്ന് നോക്കി നോക്കുകയെന്ന് പറഞ്ഞപ്പോൾ ജനറേറ്റർ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തുറന്നിടാൻ പറഞ്ഞു. തുറന്നിട്ട് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് എനിക്ക് തലവേദനയൊക്കെ ചെറുതായിട്ട് തുടങ്ങിയത്. പിന്നെ ജനറേറ്ററൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ കുറേ കഴിഞ്ഞൊരു ഉച്ചവരെ ഞങ്ങൾ രാത്രി കിടന്നിട്ട് ഉച്ചവരെ ആ തലവേദന ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചു ഇത് ജനറേറ്റർ തന്നെയാണ് പ്രശ്നക്കാരൻ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ ജനറേറ്റർ ശരിക്കും വലിച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ജനറേറ്റർ ഉപയോഗിക്കുമ്പോൾ പുറത്തേക്ക് ഫുള്ള് വലിച്ചു വെച്ചിട്ട് വേണം ചെയ്യാറുണ്ട്. അത് വലിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് AC-ൻ്റെ ഇത് പുറത്തുനിന്നാണ് ഇത് കാറ്റെടുക്കുന്നത്. എന്ന് വെച്ചാൽ വീട്ടിൽ വെക്കുന്ന AC-യാണ് വണ്ടിയിലുള്ളത്. അതുപോലെ തന്നെ ഓട്ടത്തിൽ വണ്ടീൻ്റെ AC-യാണ്. വണ്ടീൻ്റെ AC-ക്ക് ഒരു പ്രശ്നമല്ല, വണ്ടിയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വീട്ടിൽ വെക്കുന്ന AC എന്ന് പറയുമ്പോൾ വണ്ടി വീട്ടിലെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ വണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷേ കാറ്റ് പുറത്തുനിന്ന്, അപ്പോൾ പുറത്തുനിന്ന് വലിക്കുന്ന കൂട്ടത്തിൽ ഈ ജനറേറ്ററിൻ്റെ പുകയും കൂടി വലിച്ച് നമുക്ക് റൂമിലേക്ക് വിടുന്നു. അങ്ങനെയാണ് ഈ സാധനം. അപ്പോൾ 2 പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് വിശ്വാസമായി ഇത് ജനറേറ്ററിന്. അതിനുശേഷം ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ജനറേറ്റർ വലിച്ചു വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഒരു കുഴപ്പമില്ല വലിച്ചു നോക്കുമ്പോൾ. കാർബൺ മോണോക്സൈഡ് ആണോ ഇതിൽ വില്ലൻ? അതെ, ഈ ജനറേറ്ററിൽ നിന്ന് റിട്ടേൺ വരുന്ന എക്സോസ്റ്റ് വരുന്ന കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ ഞാനത് ഇന്ന് നമ്മുടെ കണ്ണൂർ RTO ആയിട്ട് ഇന്ന് സംസാരിച്ചു, വടകര RTO സംസാരിച്ചു. പുള്ളിയും പറഞ്ഞു കാർബൺ മോണോക്സൈഡാണ് ജനറേറ്ററിൽ നിന്ന് എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് കിടന്നപ്പോൾ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്, പുള്ളി അവിടെ കിടന്നു. പക്ഷേ ഞാനന്ന് ഒരു 12 മണിക്ക് ഞങ്ങൾ ജനറേറ്റർ ഓണാക്കി, 2 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് തലവേദന, എനിക്കൊരു ഭയങ്കര തലകറക്കമൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ക്ലിപ്പിച്ചേട്ടനെ വിളിച്ചപ്പോൾ ക്ലിപ്പിച്ചേട്ടൻ പറഞ്ഞു നീ വേഗം ഒരു ജനറേറ്റർ ഒന്ന് പുറത്തേക്ക് വലിച്ചു വെക്കല്ലേ, ഓഫ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങി പുറത്തേക്ക് വലിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ അകത്തേക്ക് കയറിയില്ല, കാരണം ഒന്ന് പുറത്ത് ചെറിയൊരു ചാറ്റൽമഴയുണ്ട്. പുള്ളി പറഞ്ഞു നീ ഓഫ് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ആ പ്ലഗ്ഗെല്ലാം കൂടി വലിച്ചങ്ങൂരി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡിയായി. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ നമുക്കും എന്തെങ്കിലും ഒരു അത്യാഘാതം സംഭവിക്കാം. പക്ഷെ അന്ന് ഉറങ്ങാത്തത് കൊണ്ടാണ് ഞാൻ ചാടി പുറത്തിറങ്ങിയത്. കാരണം എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നിപ്പോൾ ഭയങ്കര ശ്വാസമുട്ടലും പ്രശ്നങ്ങളൊക്കെ ആയി, ഞാൻ ചാടി പുറത്തിറങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മളിപ്പോഴും ആ ഒരു ഒരു മനോധൈര്യം കൊണ്ടാണ് നമ്മളും ഇപ്പം ഇങ്ങനെ ഈ ഒരു ജീവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇവർ ഇത് വലിച്ചു വെച്ചിട്ടുണ്ടാവില്ല, ഈ പുറത്തേക്ക് ഉണ്ടാവില്ല, വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവരത് വലിച്ചു വെച്ചില്ല. ഇപ്പോൾ ഞാൻ അവിടെയുള്ളൊരു പോലീസ് ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു, പുള്ളിയും പറഞ്ഞു ജനറേറ്റർ വലിച്ചു വെച്ചായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ രാവിലെ ഇവരെ വിളിച്ചല്ല ഞാൻ അങ്ങോട്ട് സംസാരിക്കും, കാരണം എനിക്കൊരു വീഡിയോ ഇങ്ങനെ കിട്ടി. ഞാൻ അപ്പോൾ തന്നെ ക്ലിപ്പിച്ചേട്ടൻ അയച്ചു കൊടുത്തു. ക്ലിപ്പിച്ചേട്ടൻ പറഞ്ഞു ഇത് തന്നെയായിരിക്കും സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എന്താ വെച്ചാൽ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇതായിരിക്കും സംഭവം, നിങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് നോക്കി നോക്കുന്നു പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു ജനറേറ്റർ അവർ പുറത്തേക്ക് വലിച്ചു വെച്ചിട്ടില്ലാന്ന്. കാരണം ഇൻവേർട്ടറിൽ ഒരിക്കലും ഈ 2 AC വർക്ക് ചെയ്യില്ല. കാരണം ഞങ്ങൾ തന്നെ ഒരുപാട് അനുഭവമുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് യാത്ര ഈ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ തിരിച്ചെത്തി തന്നെ ഈ വണ്ടി കൊണ്ട് പോയിട്ടും 3-4 ദിവസം അതിലേക്ക് പോയിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത്. കൂടുതൽ ഈ വണ്ടി പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിലിപ്പോൾ ഇൻവേർട്ടറിൽ എന്തായാലും ഇത് വർക്ക് ചെയ്യില്ല. സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ ഈ ചെറിയ AC വർക്ക് ചെയ്യും, വണ്ടിയുടെ AC. ഈ മെയിൻ AC ഓണാക്കണമെങ്കിൽ ജനറേറ്റർ എന്തായാലും ഓണാക്കണം. അതുകൊണ്ടായിരിക്കും 90% അതുകൊണ്ടായിരിക്കും. ബാക്കിയുള്ള ഇപ്പോൾ അവർ അന്വേഷിക്കുമ്പോൾ അവർക്കറിയാമല്ലോ, അതായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മരണ കാരണം വിഷവാതകം ശ്വസിച്ചെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അതിന് കരുത്തു പകരുന്ന, അതാകാൻ സാധ്യതയുണ്ട് എന്ന് കരുത്തു പകരുന്ന തരത്തിലുള്ള പ്രതികരണമാണ് 2 കാരവാനുകൾക്കുടമയായ ക്ലിപ്പിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മോസസും എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.